ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നതാണ്. പുതിയ വിശേഷം പറയുമ്പോൾ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമല്ല, നമ്മുടെ വീട്ടിലെ പുതിയ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നു എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ചതാണ് ഗൈസ്. അപ്പോൾ ചോറൊക്കെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ചായയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് മാങ്ങ വാങ്ങിയെന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ ആ മാങ്ങയാണിത്. ഈ ബിസ്ക്കറ്റ് ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്നറിയാം, ഞാനിപ്പോൾ ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു. ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചിങ്ങനെ ഇനിയിപ്പോൾ എന്തോ ഉച്ചക്കത്തേക്ക് കറി ഉണ്ടാക്കുക എന്നുള്ള ആലോചനയാണ് കേട്ടോ. രാവിലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നെ അതാണല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, അതിൽ നിന്നൊരു 2 മാങ്ങ എടുത്തിട്ട് ഒരു 1.5 മാങ്ങ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഒരു മാങ്ങ മുഴുവൻ എടുത്തു, പിന്നെ ഒരു മാങ്ങയുടെ പകുതി എടുത്തു. എന്നിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചതാണ്. എന്താണെന്നറിയോ, കറി ഉണ്ടാക്കാൻ, മാങ്ങ കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും എന്നാൽ പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിക്കൂടെയായിരുന്നു. പക്ഷെ നമ്മുടെ മാങ്ങ അത്ര പഴുത്തിട്ടില്ല കേട്ടോ ഗൈസ്. ഇത് പച്ചയല്ല, പഴുത്തിട്ടുമില്ല. അതായത് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു പരുവാണ്. അപ്പം മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ എന്തായാലും പറ്റുമല്ലോ, അതിന് നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കണം. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഒരു മാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാവാം. എന്തായാലും ഇവിടെ ഈ പുളിയുള്ള ഐറ്റംസൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ പിന്നെ അത്രത്തോളം പുളീൻ്റെ ഇഷ്ടമുള്ള ആളൊന്നുമല്ല. അപ്പോൾ എന്തായാലും കഥ പറഞ്ഞ് നീട്ടണില്ല. അതാ മൺചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു മാങ്ങാക്കറി അല്ലെങ്കിൽ ഒരു പുളി വെച്ചുള്ള കറി ആയതുകൊണ്ട് തന്നെ ഉലുവ ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ അരിഞ്ഞ് ചേർത്തു. പിന്നെ കരിവേപ്പിൻ്റെ ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച മാങ്ങയിൽ അങ്ങോട്ട് തട്ടി കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് സമയം, അതിൻ്റെ കണക്കൊന്നും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചിട്ടിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്യാം. ആ ഒരു സമയം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തേങ്ങ വേണം. അപ്പം നമുക്ക് തേങ്ങയും ചെറിയ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും കുറച്ച് ജീരകവും, അതായത് ചെറിയ ജീരകം, ഉള്ള മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, ഇത്ര. മുളക് പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം, എരിവ് കൂടുതൽ വേണമെങ്കിൽ അത്രയും ചേർക്കാം. അപ്പോൾ അതെല്ലാം കൂടെ ഞാനിതാ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുന്നതിന് പകരം ഞാനിതാ നമ്മളെ കട്ട തൈര് കേട്ടോ ഗൈസ്, ആ ഒരു കട്ട തൈര് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ, കളറിന് വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. പിന്നെ നന്നായിട്ട് അരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുള്ള നമ്മളെ മാങ്ങയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. മാങ്ങയൊന്നും കുക്കായി വരാൻ ഒരുപാട് സമയമൊന്നും വേണം കേട്ടോ, വളരെ കുറച്ച് സമയം മതി, സെക്കൻഡുകൾ മതി. അപ്പോൾ ഇനി ഒന്നും നോക്കണ്ട, ഇതിനെ അങ്ങോട്ട് ഈ അരപ്പിൻ്റെ അതിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കുക. പിന്നെ നമ്മുടെ മിക്സി കഴുകിയിട്ടുള്ള ആ ഒരു വെള്ളം കൂടി, മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ള ആ വെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചൂടുവെള്ളം ഒഴിക്കണേ, പച്ചവെള്ളമല്ല. ഞാൻ നമ്മുടെ ഗ്ലാസിൻ്റെ ജഗ്ഗിൽ കുറച്ച് ചൂടുവെള്ളം ഇങ്ങനെ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ അതും അങ്ങോട്ട് കഴുകിയിട്ടുണ്ട്, ഒഴിച്ചു കൊടുത്തു. പിന്നെ നന്നായിട്ട് കറി വേണമെന്നുള്ളവർക്കാണെങ്കിൽ അത്രയും വെള്ളം ചേർക്കാം. അതല്ല തിക്കായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നമ്മുടെ സ്വാദിഷ്ടമായ മാങ്ങാ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും ഒരു തിക്കോടെയാണ് ഞാൻ ഈ കറി ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി ഒന്നും നോക്കണ്ട, നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കറി സെറ്റായി. ഇനി അടുത്ത പരിപാടി പാത്രം കൊണ്ട് ഒഴിച്ച് വെച്ചു കേട്ടോ. കാരണം അത്രയും വലിയ ചട്ടിയിൽ കുറച്ചുള്ള കറി, നമുക്കിവിടെ മൺചട്ടി ഒറ്റൊന്നേ ഉള്ളൂ. മീൻകറി വെക്കാനും വേറെ എന്തെങ്കിലും കറി വെക്കാനൊക്കെ ഉള്ള ആ ചട്ടിയാണ്. അപ്പോൾ ഞാനതൊന്ന് ഒഴിച്ച് വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചു. ഇനി അടുത്തത് കുറച്ച് വെള്ളത്തിലേക്ക് നമ്മുടെ വഴുതനങ്ങ ഇങ്ങനെ റൗണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ കാര്യം മനസ്സിലായല്ലോ, റൗണ്ടായിട്ട് കട്ട് ചെയ്യുമ്പോൾ എന്തിനാണെന്നുള്ളത് ഫ്രൈ ചെയ്യാനാണ്. അപ്പോൾ അതിലേക്ക് മസാല എടുത്തിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കാശ്മീരി ചില്ലി, പിന്നെ നമ്മുടെ ചിക്കൻ മസാല, ഇത്രയും കുറച്ച് വെള്ളത്തിൽ അങ്ങോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളെ വഴുതനങ്ങയിലായിട്ട് പുരട്ടി വെക്കുകയാണ് കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് പുരട്ടി വെച്ചു. എന്നിട്ട് നമ്മളത് പാനെടുത്ത് ഗ്യാസിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയിലല്ല ഞാൻ ഫ്രൈ ചെയ്തത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. അതിലേക്കാണ് നിരത്തി വെച്ച് കൊടുക്കുക, ഫ്രൈ ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ വഴുതനങ്ങ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഞങ്ങളുടെ വീഡിയോസിന് എന്തെങ്കിലും അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകല്ലോ കേട്ടോ. ഇതാ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഊറ്റാതെ അതിൽ തന്നെ വെച്ചിരുന്നാൽ പിന്നെ അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ടാൽ മതിയാവും. റേഷനരിയാണ് കേട്ടോ. നമ്മുടെ കറിയായി, മാങ്ങാമൂരി കറി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ മക്കളെ ഫേവറേറ്റാണ് സത്യത്തിൽ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, മക്കളെ ഫേവറേറ്റ് ആണ് എന്നുള്ളത്. ഒരാളിതാ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. ഓർക്ക് ഇഷ്ടപ്പെട്ട കറിയാണെങ്കിൽ പിന്നെ സമയം അങ്ങനെയൊന്നും നോക്കൂല. പിന്നെ വേഗം ഒന്ന് ചോറും കറികളൊക്കെ വിളമ്പാൻ തുടങ്ങും. ഇതൊക്കെ തത്തയ്ക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ മോരൊഴിച്ചുള്ള കറി, അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈയും. പക്ഷേ ഞാനതിൻ്റെ ഒന്നും
ആളല്ല, പക്ഷേ അവരെ എന്താ പറയുക ഇഷ്ടം നോക്കിയിട്ട് അങ്ങോട്ട് തിന്നും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറേ തുണികൾ മെഷീനിലിട്ടിട്ടുണ്ട്. മെഷീൻ അതിൻ്റെ പണികളൊക്കെ നല്ല ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനി അതൊക്കെ തുണികളൊക്കെ എടുത്തിട്ട് മുകളിൽ കൊണ്ടുപോയി വലിച്ചിടണം. അതെൻ്റെ പണിയാണ് പ്ലീസ്. പിന്നെ അപ്പം ഞാൻ അതിനുള്ള പരിശ്രമത്തിലാണ്. തുണികളൊക്കെ എടുത്തിട്ട് എന്നിട്ട് മുകളിൽ കൊണ്ടുപോയി വിരിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോസായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോസൊക്കെ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ കൊണ്ടുപോയി വിരിച്ചിടും കേട്ടോ. വിരിച്ചിടുക, അതൊക്കെ തന്നെയുള്ളൂ പരിപാടികൾ. പിന്നെ നമ്മുടെ ചാനൽ ഇതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് കൂട്ടാക്കണം കേട്ടോ, മറക്കരുത്, ഒന്ന് കൂട്ടാക്കുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, ടാറ്റാ, താങ്ക്സ് ഫോർ വാച്ചിങ്. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമേ, മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ പിരിയാനൊരുങ്ങി നിൽക്കയോ, പിരിയാനൊരുങ്ങി നിൽക്കയോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ, പതിയെ പറന്നൻ അരികിൽ വരും അഴലിൻ്റെ തൂവലാണു നീ. അപ്പോൾ ഗൈസ്, പാട്ട് കേട്ടു ആരും ട്രോളരുത് കേട്ടോ. എന്തോ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ പാടിയതാണ്. അപ്പോൾ തത്തത് ആ ടി വിയൊക്കെ കണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതോ ഒരു ഹൊറർ മൂവിയൊക്കെ കണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ പ്രേത സിനിമ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.